ഗായ്സ്, പുതിയ ദിവസത്തെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. എന്താ പരിപാടി? രണ്ട് തരം മുളകുണ്ട് ഗായ്സ്, കണ്ട. ഒന്ന് ഈ ടൈപ്പ്, ഒന്ന് ആ നീളം മുളക്. അതാ കണ്ട, നീളം മുളക്. എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് ഇവനാണ്, അമ്മേൻ്റെ മെലസ്റ്റാമ. കണ്ട ഗായ്സ്, നല്ല രസമില്ലേ? കൊള്ളാം. റോസാണ് ഫേവറേറ്റ്. ഞാൻ പിന്നെ അങ്ങനെ കാണിക്കും ചെയ്യും. അങ്ങനെ റോസ് നല്ല രസമാണ്, നാടൻ ബോംബെ റോസുകൾ. രണ്ട് അമ്പഴങ്ങ പറിച്ചുകൊണ്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. എന്തായാലും കപ്പ പറിക്കുന്നില്ലേ? കപ്പയ്ക്ക് കൂട്ടാം. ഒരു കാന്താരി മുളകിട്ടിട്ടേ അതിപ്പോഴേ അങ്ങോട്ട് പറിച്ചു വെച്ചോളൂ. എവിടെന്നാ വെച്ചാൽ പറിച്ചോളൂ. തക്കാളിയൊക്കെ വീണ്ടും പറിക്കാനായിട്ടുണ്ട്. ഇത് എന്താ മഞ്ഞ നിറം? പഴുത്തോ? എന്നാ രണ്ടെണ്ണം പറിച്ചോളൂ. ഇതും കാന്താരി മുളക് കൂട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ട്, കറക്റ്റ് മാങ്ങാ ചമ്മന്തി തന്നെ, നല്ല രസമാണ്. മാങ്ങ ഇഞ്ചി ഉണ്ട്. പുതിന സോറി, മല്ലിയില. ഓക്കെ, അപ്പോൾ ഇന്ന് അത് പിടിക്കാം. എന്തായാലും കപ്പ പറിക്കുന്നില്ലേ? കപ്പയും പറിക്കണം. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ അമ്പഴങ്ങ ചമ്മന്തി ഇത് അവിടെ വെച്ചിട്ടുണ്ടേ. വരുമ്പോൾ മറന്നു പോകണ്ടോ. ചേമ്പ് ഒന്നും ആയിട്ടില്ല, അന്ന് പറിച്ചിട്ട് തന്നെ പൊട്ടനായി. അവൻ ചതിക്കും. ഞങ്ങൾ ഒരു ദിവസം 2 ദിവസം മുമ്പ് ഇവിടുന്ന് കപ്പ പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വലിയൊരു ബൈക്കിൻ്റെ സൈലൻസർ പോലത്തെ വലിയ നീണ്ടൊന്ന് കിട്ടി. ഞാൻ വീഡിയോൻ്റെ സൈഡിൽ ഇടാത്. ഇവിടെയും അതിന് അന്ന് തന്നെ 2 ഇവിടെ കുഴിച്ചു കിട്ടും. എന്തേ ഉണ്ടായി? ഇതെന്താണ് വെറൈറ്റി ആയിട്ടല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശേഖരൊക്കെ വന്നു കഴിഞ്ഞാൽ തോലിട്ടിട്ട് ഒന്നുകൂടി മണ്ണങ്ങ് ഇട്ടാൽ മതി. അപ്പൊ അതിലേക്കൊക്കെ കിഴങ്ങ് ഇറങ്ങും. ഇറങ്ങിയാ നല്ലത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കപ്പ നട്ടത് കണ്ടോ ഗൈസ്, വെറൈറ്റിയാണ്. പേരക്ക പഴുത്തോ? എന്നാ പറിച്ചോളൂ. കവറൊക്കെ ഇട്ട് വെച്ചതാണേ. ഓക്കെ, വവ്വാല് വരും, സാപ്പിട്ട് കളയും. ഓ മൈ ഗാഡ്, ഇവൻ വീണ്ടും വലുതായി ഗായ്സ്. ഇവനാണ് ഞാൻ സ്ഥിരം നോട്ടം വെക്കാറ്. ഇതൊക്കെ ഏറെക്കുറെ എന്ത് വരില്ല. പറിച്ചോ? ഓ മൈ ഗാഡ്, ഇതാ ഗൈസ് പറിച്ചു. ഇതാ മുറിച്ചോളൂ, ആള് വന്നിട്ടുണ്ട്. അത് തോണ്ടി കളിക്കാൻ വേണ്ടിയിട്ടേ വീണ്ടും അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് അന്ന് ഞങ്ങൾ എന്തായിരുന്നു ഇതിൻ്റെ പേര്? ചിരങ്ങയില്ലായിരുന്നു അത്? ചിരങ്ങയ്ക്ക് പന്തൽ കെട്ടി കൊടുത്താണ്. കണ്ടോ, ഉള്ളിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ കയറൊക്കെ കെട്ടി 8 കാലി വല കൂട്ടിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഓരോ ഭാഗത്തേക്ക് എത്തും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരങ്ങ എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിഞ്ഞൂടെ? കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ? മേലോട്ട് കയറാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടോ. മേലേക്ക് എന്താ വേറൊരു ഫൗൾ ചെയ്തു. എന്താ പരിപാടി? അതായത് നമ്മൾ എന്താ പറയാ, കുമ്പളം ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ബോധം കെട്ട് നിൽക്കുകയാണ്. റെഡി ആയിക്കോളും. ഇപ്പൊ കൊണ്ട് നട്ടതല്ലേ. അപ്പൊ ഞങ്ങളുടെ വാഴയൊക്കെ കണ്ട ഗൈസ്,
ഇത് നമ്മുടെ റോബസ്റ്റ അല്ല, നേന്ത്രവാഴ. പാളയംകോട്. ഓക്കെ, ആണോ? ആണെന്നാ അച്ഛൻ പറയണ. അപ്പൊ നമ്മളവിടെ സമ്മതിക്കാം. ഇതെന്താ ഇവരെന്തിനാ ഒന്ന് മറിച്ചിട്ടൊന്ന് കേട്ടു? പയറിനെ പറിച്ചിട്ടോ? കണ്ടോ ഗൈസ്, ഒരു പയർ മൂപ്പരാള് പറിച്ചിട്ടതാ. ആ, കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം കളി കുറച്ച് കൂടുന്നുണ്ട്. അടുത്ത കായ വരാനായിട്ടുണ്ട്. വരട്ടെ. ഈ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കപ്പയെ പറിക്കാൻ ഉദ്ദേശിച്ചത്? അവിടുത്തെ പറിക്കാം. ചീര ആയോ? ആ, അത് 2 ദിവസം കൂടി ആയിക്കോട്ടെ അല്ലേ? കുറച്ചും കൂടി വലുതാവാനില്ലേ? അത് കുരുന്നല്ലേ? ആരടാ പേടിന്ന് പറഞ്ഞത് അതാ. തൊട്ടാ കടിക്കുകയും ചെയ്യും. ആ, കടിക്കില്ലാന്നോ? അസത്തെ വേദനിപ്പിക്കും. ഓക്കെ ഗായ്സ്, ഇതെന്താ ഇവിടെ പരിപാടി? ഇതെന്താ? ആ, ഇത് മറ്റേ കവർ ഇട്ട് കൊടുക്കാൻ. ആ, പ്ലാസ്റ്റിക് കവറാട്ടോ. ഞങ്ങൾ അന്ന് വാങ്ങി വെച്ചതാ. ഓക്കെ. ഇവിടെ ഇവിടെ ഉണ്ടോ? ഈ സൈഡൊന്നും മാങ്ങ പിടിക്കാൻ തുടങ്ങിട്ടോ. നേരത്തെ ഇവിടുന്ന് ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ അവിടെ താഴെയുണ്ട്, ഇവിടെയുണ്ട്, മേലെ 10-35 മാങ്ങയായിട്ടുണ്ട്. ആ, പീനട്ട് ബട്ടറൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട്. നമ്മുടെ പയറും പൂത്തിട്ടുണ്ട് കേട്ടോ. പയർ പൂട്ടോ? പയർ പൂട്ട് തുടങ്ങി. ഇവിടെയൊക്കെ പോവും. ഈ അടിയൊക്കെ പോവും. ഓക്കെ. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ നീ നോക്കിക്കോ. ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആണോ? വീണുപോയോ? അയ്യോ, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ആണോ? ആ ഭാഗത്ത് ചക്ക ഉണ്ടായിരുന്നു ഗൈസ്. ആഹാ, വീണുപോയി അല്ലേ? പക്ഷെ ഇനി ഉണ്ടായിക്കോളും. നമ്മൾ അന്ന് തലയൊക്കെ വെട്ടിക്കൊടുത്തതല്ലേ. അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, കപ്പ പറിക്കാം. വേറെന്താ ഇപ്പം കാണിച്ചു തരാം? ഡെയിലി കാണുന്നവർക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. ശ്രീദേവി ചേച്ചിയൊക്കെ പറയുന്നുണ്ടാവും, ഇത് ഞാൻ എന്നും കാണുന്നതാണ്, മാറ്റിപ്പിടിയടാന്ന്. സോറി ചേച്ചി. ആ, പിന്നെ പക്ഷേ ചേച്ചി പാലക്കാടായി പോയില്ലേ? അതെ, പച്ചക്കറി വാങ്ങാൻ വേണ്ടി. താങ്ക് യു ചേച്ചി. എന്തായാലും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ വരണം. നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ അടിച്ചുപൊളിയായിട്ട് പോവാം. ഓക്കെ, നമുക്ക് കപ്പ പറിക്കാം. നീ എന്താ പരിപാടി? വരുന്നോ കപ്പ പറിക്കാൻ? എന്താ ഓടാനുള്ള പരിപാടിയാണ്? അവൻ്റെ ആ ഓട്ടാണ് പ്രശ്നം. ഓക്കെ, ഒന്നായിട്ട് കായാവുന്നില്ല അല്ലേ? പിടിക്കുന്നില്ല. വെയിലിന്റെ കുറവാണോ അറിയില്ല. ആ, വെയിൽ ഇവിടെ കുറച്ച് കുറവാണല്ലോ. പിന്നെ മുളിയനുറുമ്പുണ്ട്. എന്താ? ആ, റംബൂട്ടാൻ അല്ലേ? ആ, കാണിച്ചു. ഓക്കെ, അച്ഛൻ പണി തുടങ്ങിയോ? റംബൂട്ടാൻ ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. ഒരു 120 ദിവസമെങ്കിലും എടുക്കും ഇത് പൂവിട്ട് കഴിഞ്ഞത് കായാവാൻ എന്നാണ് പറയുന്നത്, പഴുക്കാൻ. ഓക്കെ, അടിയിലൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തടം തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടിക്കോളും. അപ്പം കപ്പയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ കമ്പ് കളയണ്ട, നമുക്ക് വേറെ കുഴിച്ചിടാം. ഓക്കെ, ഞാനും വരാം. ഏയ്, പിന്നെ എനിക്ക് ചീത്തയാവും. ഓപ്പട് പൊട്ടി.
താഴത്തേക്ക് ഉണ്ടല്ലേ. അത് അച്ഛൻ ഒറ്റയ്ക്ക് എടുക്കണം, ഒന്ന് കുഴിക്കേണ്ടി വരും. ഒന്ന് കുഴിക്കാം. ഓക്കെ, ഞാനും അച്ഛനും കൂടെ പറിച്ചെടുത്തു. അപ്പം പൊട്ടിയിട്ടുണ്ട് ആള്. ആ സൈഡിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്, ഈ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, അപ്പം ഞങ്ങൾ കീഴടങ്ങിയിട്ടുണ്ട്. അകത്ത് എവിടെയോ ഒരാളും കൂടി ഉണ്ട്, പക്ഷേ തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ ഓക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ലെവലിൽ ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ഫ്രൂട്ട് എന്തെങ്കിലും നല്ലൊരു വെറൈറ്റി വെക്കണം. കുഴി മൂടണ്ടല്ലേ. അപ്പൊ അമ്മയ്ക്ക് ഒരു ഫ്രൂട്ടാണ് ഇവിടെ ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു മാവുണ്ട്, റംബൂട്ടാനുണ്ട്, ചിക്കു ഉണ്ട്. അപ്പോൾ ഒരു ഫ്രൂട്ടും കൂടെ അവിടെ ഇരിക്കട്ടെ, കുഴി മൂടണ്ട. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്ന് കപ്പ വെച്ചിട്ട് ചടിപ്പോയി. 1 2 3 പിന്നെ അതിൻ്റെ ചെറിയ കഷ്ണം. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെയാണ് ഇപ്പൊ കിട്ടാവുന്ന ഒരു ബാക്കി. ഇതുപോലെ ഒന്നും അതോ അപ്പുറത്ത് വളരണം. ഇതല്ലേ മുരിങ്ങയില്ലേ? കപ്പ ആ അവിടെ ഉണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ, ഇതാ ഇത്. വളഞ്ഞു പോയത്. ആ ഓക്കെ ഓക്കെ, അതിനെ നമുക്ക് വേറെ ദിവസം പിടിക്കാം. അതിൻ്റെ അടുത്ത് ചീരയുണ്ട്, അതുകൊണ്ട് അത് കുറച്ചും കൂടി കഴിയട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ്. രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ. ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കിട്ടി, അതിൻ്റെ ബാക്കി ഇവിടെ കിട്ടി, ഒന്ന് ചെറുതൊന്ന് കിട്ടി. ഇനി ഒന്നിൻ്റെ ഏതോ ഒന്ന് ഇത് പൊട്ടിയതോ ഇതിൻ്റെ ബാക്കിയോ ഏതോ ഒരു സൈഡിലും കൂടി ഉണ്ട്. അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആണോ? അത് കല്ല. കല്ല. ഓക്കെ, അതും കൂടി കിട്ടുമോ നോക്കട്ടെ, ഞാനൊന്ന് കിളച്ച് നോക്കാം.